എന്താ ഇപ്പോൾ ഒരു പറക്കം പാച്ചില്? എങ്ങോട്ടാ ഈ നേരത്തെ? ഇനി ഞങ്ങളെ സ്കൂളിലെ ആനുവൽ ഡേ അല്ലേ? എന്താ അത്? വല്ലിപ്പാക്ക് മനസ്സിലായില്ലല്ലോ. Grandpa, it's the cultural program, 14th annual day celebration of Peace Bible School. എന്തൊക്കെ ഈ ചെറുക്കം പറയണേ? ഇതൊന്ന് മനസ്സിലായിരുന്ന ബാസേ പറയടാ. ഏതായാലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിട്ടീൻ്റെ കൊണുണ്ട്. അതെ വല്യമ്മ, ഇന്ന് ഞങ്ങളെ സ്കൂളിലെ പാട്ടും ഡാൻസും ഒക്കെയാണ്. അതാ ഞങ്ങളെ ബസ് വന്നിക്കണ്. അതാ ഇത്ര തിരക്ക്. എന്നാ ഞാൻ പോയിട്ട് വരാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഞമ്മക്ക് ഇവിടെ കുറച്ചേരം ഇരിക്കാം. പോകാനിപ്പോ ഏതായാലും പറ്റൂലല്ലോ. അതാ നല്ലത്. ഞമ്മക്കിപ്പോ ഇവിടെ ഇരിക്കാം. അതന്നെ ഇപ്പൊ ഒരു ഒച്ച കേൾക്കുന്നത്. വമ്പന്മാരുടെ നാട് മമ്പാട് എന്നീ വാക്കുകളിൽ നിന്നാണ് മമ്പാട് എന്ന പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. AD 11-ാം നൂറ്റാണ്ടിൽ തന്നെ മമ്പാട് ഗ്രാമം രൂപപ്പെട്ടതായി അനുമാനിക്കാം. വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ് മമ്പാട് പഞ്ചായത്ത്. ജാതിമത ഭേദമന്യേ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും തോളോട് തോൾ ചേർന്ന് സന്തുഷ്ടരായി ജീവിക്കുന്ന സുമനസ്സുകളാണ് മമ്പാടിൻ്റെ സവിശേഷത. ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രതാളുകളിൽ പൊൻതൂവൽ ചാർത്തി 2010 സ്ഥാപിതമായ പീസ് പബ്ലിക് സ്കൂൾ കഴിഞ്ഞ 14 വർഷക്കാലമായി വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സംഭാവന നൽകാൻ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. പഠന പാഠ്യേതര വിഷയങ്ങളിൽ എന്നും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് ജനഹൃദയം കവർന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ 14-ാം വാർഷിക മഹാസമ്മേളനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
Plays an integral role in the successful management of a school. He assumes responsibilities for many of the administrative tasks and provides support to all members of our school. Let me invite Mr. Abdul Nasser sir, the General Secretary of Managing Committee. Sir, please. എല്ലാവർക്കും നമസ്കാരം. പീസ് പബ്ലിക് സ്കൂളിൻ്റെ 14ാമത് വാർഷികാഘോഷ പരിപാടികളിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് പ്രസിഡന്റ് കെ മുസ്തഫയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായ നമ്മുടെയൊക്കെ ബാപ്പുട്ടി എന്ന് വിളിക്കപ്പെടുന്ന പ്രബുദ്ധ കേരളത്തിൻ്റെ നായകനുമായ ആര്യാടൻ ഷൗക്കത്ത് എന്ന ബാപ്പുട്ടിയെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് പ്രിൻസിപ്പാൾ ഷഹല ബീഗത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വൈസ് പ്രിൻസിപ്പാൾ റഷീദ്, ജോയിൻറ്റ് സെക്രട്ടറി അബ്ദുള്ള, അൽബിർ സ്കൂളിൻ്റെ HM നിസാർ ബീഗം, അതുപോലെ ഈ പരിപാടിയിലേക്ക് വിവിധ സഹോദര സ്ഥാപനങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സ്ഥാനങ്ങൾ വഹിക്കുന്ന പ്രിൻസിപ്പാൾമാർ, അതുപോലെ നായകന്മാർക്കൊക്കെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളെയും സാദരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം കഠിനമായി പ്രയത്നിച്ച് ഈ കുട്ടികളെയൊക്കെ ഇതിലേക്ക് പ്രാപ്തരാക്കിയ അധ്യാപകരെയും അതുപോലെ ഈ സ്കൂളിലെ എല്ലാ ജീവനക്കാരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്, അവരെ അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടന നടക്കുന്നതിന് വേണ്ടി അടുത്ത സെഷനിലേക്ക് കിടക്കുകയാണ്. Today we are privileged to have extraordinary individuals amongst us. None that are the president of our institution. Let us welcome the honorable president to our stage. So please. പീസ് പബ്ലിക് സ്കൂളിൻ്റെ 14ാമത്തെ വാർഷികാഘോഷത്തിലാണ് നമ്മൾ എല്ലാവരും. നമ്മളെ സ്ഥാപനം എന്ന് വെച്ചാൽ ഒരു മഹലിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് ഇത്രയും പുരോഗതിയിലെത്തിയത് മുൻകാലങ്ങളിലുള്ള ഓരോരുത്തരുടെയും അധ്വാനവും അവരുടെ എല്ലാവിധ കഴിവുകളും ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പഴയ കമ്മിറ്റിയാണെങ്കിലും പുതിയ കമ്മിറ്റിയാണെങ്കിലും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫും മൊത്തം പ്രിൻസിപ്പാളിൻ്റെ കീഴിൽ വൈസ് പ്രിൻസിപ്പാൾ, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ സ്റ്റാഫും, അതുപോലെ ഏറ്റവും കൂടുതൽ ഇതിന് ഇന്ന് ഈ സ്ഥാപന ഈ ലെവലിൽ നിൽക്കുന്നത് രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ സഹായം, കൂടുതൽ ഇനിയും സഹകരണങ്ങൾ നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വർഷം ഇതിലും നല്ല രൂപത്തിൽ നമ്മളെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ
നിങ്ങളെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അതുതന്നെ മാത്രം പറയാനുള്ളൂ. പിന്നെ പരിപാടി വിജയിപ്പിക്കുവാൻ കുട്ടികൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും രക്ഷിതാക്കളെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കണം. കഴിയുന്നതുവരെ എല്ലാവരും നല്ല രൂപത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. Mr. Aradin Shaukat is a cultural and political figure in Nilambur municipality. He is an Indian film producer and a great politician in Kerala. Let's welcome Mr. Aradin Shaukat for the inauguration of Jigscape 2024 of Peace Public School, Mambad. Sir, with a great pleasure, we, the Peace family, welcome you to the stage. ആവേശകരമായ സന്തോഷകരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ മുസ്തഫ, സ്വാഗത ഭാഷണം നടത്തിയ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ നാസർ, അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന എൻ്റെ പിതാവിൻ്റെ സുഹൃത്തു കൂടിയായ ഇതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായ ശ്രീ അബ്ദുള്ളാക്ക, നിങ്ങളുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ, എൻ്റെ നാട്ടുകാരി കൂടിയായ ശ്രീമതി ഷഹ്ല ബീഗം, അതുപോലെ തന്നെ നിസാർ ബീഗം, ശ്രീ കാസിം, അതുപോലെ ഇതിൻ്റെ നന്ദി പ്രകാശനത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന മിസ് ഷമീന, അതുപോലെ തന്നെ നയീമ മിസ് അടക്കം വേദിയിലും, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ദീർഘകാലമായി ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്നപ്പോൾ പദ്ധതികളുമായി സഹകരിച്ച് ദീർഘകാലം എന്നോടൊപ്പം പ്രവർത്തിച്ച നിങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ കൂടിയായ ശ്രീ റഷീദ് അടക്കമുള്ള സ്റ്റാഫ് അംഗങ്ങളെ, ഇതിൻ്റെ സംഘാടകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുരുന്നു പ്രതിഭകളെ, ഇന്ന് എനിക്ക് ഈ അങ്കണത്തിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ സന്തോഷം തോന്നി. ഞാൻ ഒരു മഹല്ല് കമ്മിറ്റി നടത്തുന്ന ഒരു UP സ്കൂൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ, മേപ്പാടത്തെ UP സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് അബ്ദുള്ളാക്കയും നാസറും എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു കൊച്ചു കൊച്ചു ക്ലാസ് മുറികളുള്ള ഒരു ഓടിട്ട പ്രദേശം, അവിടെ ആത്മീയ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ നമുക്ക് ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്ന ഒരു സരസ്വതി മന്ദിരം എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് കേവലം ഒരു UP സ്കൂളല്ല, ഇത് നിങ്ങൾക്ക് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെയാക്കി ഉയർത്താൻ കഴിയുന്ന തോതിലേക്ക് ഇതിൻ്റെ കമ്മിറ്റി അതിനുള്ള എല്ലാ അസ്തിത്വവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ്. മാത്രമല്ല, ഇവിടെ കാണുന്ന കുട്ടികളുടെ പെർഫോമൻസ്, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച കുട്ടിയുടെ വാക്ചാരുത, അവർക്ക് നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ള നിഷ്പ്രഭം കൃത്യമായി ഒരു ഭയവുമില്ലാതെ നിർഭയത്തോടുകൂടി കുട്ടികൾക്ക് സംസാരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ സ്കൂളിൻ്റെ അഭിമാനമാണ്. ഇവിടുന്ന് പുറത്തിറങ്ങുന്ന ഓരോ മക്കളും ഈ സ്കൂളിൻ്റെ അഭിമാനപാത്രങ്ങളായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്കിത് കണ്ടപ്പോൾ ഒരു കോളേജിൻ്റെ അങ്കണത്തിലേക്ക് വരുന്നൊരു പ്രതീതിയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നിയത്. മാത്രമല്ല, അതിനെ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഈ മഹല്ല് കമ്മിറ്റിയെ, ഇവിടുത്തെ പേരൻസിനെ, ഇവിടുത്തെ കുട്ടികളെ, ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെ, മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. ഇത്ര നന്നായി, കാരണം ഇവിടെയൊക്കെ വന്നപ്പോൾ ഈ സ്റ്റേജൊക്കെ കാണുമ്പോൾ ഞാൻ ഒരു കമ്മിറ്റി, ഇവിടുത്തെ ഒരു UP സ്കൂൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ധാരണ വളരെ വികലമായ ധാരണയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇത് ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങൾ ഇവിടുത്തെ മക്കൾക്കൊരുക്കി കൊടുക്കാൻ ഈ മേപ്പാടത്ത് ഈ സ്കൂളിൽ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരവും ഏറ്റവും മാതൃകാപരമായ കാര്യമാണ്. ഞാനിവിടുത്തെ ഫീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് പഠിപ്പിക്കുന്ന CBSE സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ ഈ സ്ഥാപനമായിരിക്കുമെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ കുറേ മാതൃകാപരമായ, ശ്ലാഘനീയമായ, പ്രശംസനീയമായ കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്ന ഈ സ്ഥാപനം ഇനിയും ഉയരങ്ങളിലേക്ക് വളരാൻ, പറക്കാൻ കഴിയട്ടെ. ഈ അങ്കണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂടുതൽ കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് ഏതു ഭാഷയിലും ആരുമായും സംവേദിക്കാൻ കരുത്തുള്ളവരായി മാറാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സ്കൂളിനെയും ഇതിൻ്റെ സംഘാടകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. Institution oversees safety security at the school level and manages the school overall operations. She could create the safe learning environment and performs God's work for students and teachers. There is no doubt our ma'am is the backbone of peace then, now and forever. Let's welcome with a great applause our ma'am to present the annual report. Ma'am, please. In the name of God Almighty, let me present the annual report of 2023-24 before you. 14 years ago, Peace Public School was established in the Madrasa building to provide better education to the minority community. As a result of the involvement of management, teachers, parents, the institution shifted to its own building in 2014 under Ansarul Islam Madrasa and Masjid Committee and completed the first phase of growth very fast. I would like to take this opportunity to remember the good personalities who have worked for the organization. The newcomers started their first day at school and planted various types of saplings in the Peace campus, keeping in tune with nature. Various arts programs were arranged to welcome the children, holding the hands of their parents, providing an opportunity for newcomers to share the stage created a lot of interest. Around 80 important days announced and informed to the students and parents through the posters. Among them, the most important few are here. വൈക്കം മുഹമ്മദ് ബഷീറിനെയും സഹോദരി പാത്തുമ്മയെയും അനുശ്വരമാക്കി ബഷീർ ദിനം ആചരിച്ചു. കൂട്ടിനുണ്ടായിരുന്ന ആട്ടിൻകുട്ടി കുട്ടികളിൽ കൗതുകം നടത്തി. കാർട്ടൂൺ മത്സരം, വായനാക്കുറിപ്പ്, ക്വിസ് മത്സരങ്ങൾ എന്നിവ നടത്തി ചരിത്രകാരനെ സ്മരിച്ചു. ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ദ നേഷൻ വാസ് സെലിബ്രേറ്റഡ് in the campus with colorful programs. Everyone gathered together to remember the heroes by singing and speaking. മാവേലി മന്നരുടെ ആഗമനം വിളിച്ചോതുന്ന പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ സദ്യ ഉണ്ടും ഓണക്കളികൾ കളിച്ചും വർണ്ണവൈവിധ്യമാർന്ന പൂക്കളം ഒരുക്കിയും പീസ് ഫാൻസിയേഴ്സ് ഓണാഘോഷം നടത്തി. വടം വലിച്ചും ചാക്കിൽ കയറി ഓടിയും കലം തല്ലിപ്പൊട്ടിച്ചും ആ ദിനം ആചരിച്ചു. മൈലാഞ്ചി മൊഞ്ചിൻ്റെ പകറ്റിൽ കുഞ്ഞിളം കൈകൾ ചോപ്പിച്ച് ചുണ്ടിൽ പുഞ്ചിരി തൂകി പെരുന്നാൾ കിസ്സയുമായി പീസിൻ്റെ മൊഞ്ചത്തിമാർ അണിഞ്ഞൊരുങ്ങി പെരുന്നാളിനെ സ്വീകരിക്കാൻ. Chandrayaan Day was celebrated by flying the Indian flag with a rocket made of paper and showing the glory of the motherland. Teachers' Day infuses the heart of all the children in the campus with a sense of love, care, and safety. They welcomed their beloved teachers with sweets and gift packs. The teachers singing and dancing in front of the children made the day blessed. ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ പിറവി ആഘോഷമാക്കാൻ പച്ച വിരിച്ച വയലേലകളിലൂടെ വിദ്യാർത്ഥികൾ നടന്നു നീങ്ങി. കർഷകൻ്റെ നെഞ്ചിലെ താളവും മണ്ണിൻ്റെ മണവും ആവോളം ആസ്വദിച്ചു. പാടവരമ്പത്തിരുന്ന് പാട്ടുപാടിയും കഥ പറഞ്ഞും കേരളപ്പിറവി ആഘോഷമാക്കി. The birthday anniversary of beloved leader Chacha Nehru was celebrated with various events. The Children's Day rally organized by Little Chachajis of Peace Fanciers was awakened the hearts of locals. ജൂലൈ 12 മാനേജിംഗ് കമ്മിറ്റി ഒന്നാം വാർഷിക അനുമോദന യോഗം സംഘടിപ്പിക്കുകയും കമ്മിറ്റിക്ക് ഉപഹാരം കൈമാറുകയും ചെയ്തു. ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആ അവസരം ഉപയോഗപ്പെടുത്തി. ഫ്രൂട്ട് ഡേ വാസ് സെലിബ്രേറ്റഡ് ബൈ announcing the importance of different types of fruits. With the cooperation of parents, students of different classes brought lot of fruits. The students nibbled the delicious fruit salad made with different kinds of fruits. 1.5 പതിറ്റാണ്ട് കാലം രാഷ്ട്രഭാഷാ ലിപികൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി ഹിന്ദി ഭാഷയ്ക്ക് പീസ് ക്യാമ്പസിൽ ജീവൻ നൽകിയ ബഹുമാനപ്പെട്ട ജമീല മിസ്സിനെ ആദരിച്ചുകൊണ്ട്
ഹിന്ദി ദിനാചരണം നടത്തി. It was a relief to students and parents hearing Bagless Day. Bagless Day was featured a variety of engaging activities, adding a dynamic dimensions to the traditional academic structure. Then school level sports and arts conducted on time. Students are divided into 4 groups and they competed each other. Selected students could get a chance to participate in inter-school, district level competition, district level MCS inter-school, etc. District level MCS inter-school badminton was the first experience to the children of our school. But they well played as they were experts in the game. At the end of the competition, Ansila Salam and Sana City of class 7 under category 12 became the winners. Thus, peace made another history among CBSE schools. Handball under 14 was conducted at Markazul Uloom and both the boys and girls got the 3rd prize. MCS CBSE District Arts was conducted at Navabharat Central School, Kondoti. The students of our school achieved 1 first prize in Hindi elocution and a 3rd prize in Mapulapat. Moreover, lot of A grade collected by the participants for various items. We got a wonderful chance to host the off-stage events of District Kalolsav of Nilambur region. School level arts and sports also conducted on time and the selected students sent to the final competitions. Nilambur region Kids Fest held at Springs International School, Thana on February 9th and 10th. It was a great chance that the parents of participants could watch the program being the neighboring school. The kids of LKG to 2nd standard achieved 3 first prize, 2 second prizes and 9 third prizes. Moreover, all the participants were awarded with A grade, shows the quality of the programs. Sahodaya Talent Research Examination Award Fest was conducted by Sahodaya and our students awarded with a 3rd rank, 4th rank in district level and our KG students awarded with 5 different ranks. Study tour and field trips of the students and the teachers. Study tour was conducted in 3 levels. One for UP section, it was to Silverstone. LP section students enjoyed their hours at Marine World, Chavagad. Finally, the KG students to Papalio, Padaparambu. All these trips helped the students to build a relax in the students' journey. The staff tour was to Ooty with the parents, with the present staff, the old teachers, those who left the school for various reasons also joined with us. Really, the staff enjoyed it and they were very happy being free from the burden of substitutions. And this year, we had conducted a field trip for 6th and 7th standard students to Kerala Blind School, Mancheri. It was a really heartbreaking moments. With 2 eyes, human being couldn't make life better. They are watching everything. They cannot. They could see. They could plan the ideas. Thus, they are even though they are making mistakes. But at blind school, what we watched is that the students are concentrating in a particular thing, and they could do it easily. The students viewed and understood what are the difference between the man having eyes and without eyes. School election was conducted on time, keeping all the formalities of normal election. Students elected their leaders in different posts. The elected leaders took their charge after the swearing ceremony at school. Then the leaders attended for a leadership camp conducted by MCS at Assumption Public School, Thalpara, which was a great experience to them. After the training, we didn't forget to view the beauty nature at TK Colony. Awareness class to parents. This year we could conduct 3 sections for parents. Among the 2 at IK Hall, Mrs. Nazura Nasir was the RP for the first session. Next session was handled by Mr. Amin and Ajmal Karakund, which was the happiest day to the parents. The last class was handled by Mr. Philip Mambat. Lot of parents were presented to hear the experiences from him. Training and achievements. Teachers training was conducted in 3 phases. The first at Nazareth English School for UP section. For KG section, it was conducted at OEMS Palad with the Sky Books, and the last one at Farza Hotel Nilambur conducted by Oxford Books. All the training programs were regarding NEAP and about the modern teaching techniques.
Principal training was held at Melatur and All Kerala Principal Conference at Ernakulam, All India Principals Conference at Coimbatore. From all these trainings, new ideas, techniques achieved and tried to implement it among the staff, students and for all the school community. Abacus is a part of our syllabus. The students from various classes participated for the district level competition examination, and it is the first time 4 students from LP and 4 students from UP section secured under the final round. Pain and palliative collection. Rupees 50,500 collected by the staff and students handed over to the Mambad team to help them. Moreover, 10,000 coconut shell given by the students also helped them. In the year 2023-24, more than 80 important days announced and gave a brief notes about it to the students. The examination conducted smoothly, and after each and every examination, parents meeting conducted and evaluated and took the feedback. 2023-24 വർഷം കഴിഞ്ഞു പോകുമ്പോൾ ചില അധ്യാപകരും അനധ്യാപകരും ഇതര ജീവനക്കാരും സ്ഥാപനത്തിൽ നിന്ന് മാറിപ്പോയതും നികത്താനാവാത്ത നഷ്ടമായി തോന്നി. സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥി ഇഹ്തശാമിൻ്റെയും ലീവ് വേക്കൻസി സ്റ്റാഫ് ഷഹബാസിൻ്റെയും അകാല നിര്യാണം പീസ് ഫാമിലിയിൽ ഓരോരുത്തർക്കും തേങ്ങലായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് IT പഠന സമ്പ്രദായം താളം തെറ്റിയത് സ്ഥാപനത്തിനും വിദ്യാർത്ഥികൾക്കും കനത്ത തിരിച്ചടിയായപ്പോൾ PT ഡ്രോയിങ് ടീച്ചേഴ്സിനെ നിയമിച്ച് ആ ഭാഗം ഉയർത്തിക്കൊണ്ടുവന്നത് സ്ഥാപനത്തിന് നേട്ടം സമ്മാനിച്ചു. പീസ് വളരുകയാണ്. വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ആവശ്യത്തിന് പരിചരണവും ലഭിച്ചാൽ തീർച്ചയായും ഒരു വൻ വൃക്ഷമായി പടർന്ന് പന്തലിച്ച് മമ്പാടിന് വരും തലമുറയ്ക്ക് തണലേകാൻ ഈ സ്ഥാപനത്തിന് സാധിക്കും. അതിനുവേണ്ടി നമുക്കൊന്നായി പ്രവർത്തിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ് ഈവനിങ് വൺ ആൻഡ് ഓൾ. ഇന്ന് മമ്പാട് പീസ് പബ്ലിക് സ്കൂളിൻ്റെ 14ാം വാർഷിക ആഘോഷവേളയിലാണ്. സഹോദയ ജില്ലാതലത്തിൽ നടത്തുന്ന കലാകായിക മത്സരങ്ങളിലും മറ്റു പാഠ്യേതര വിഷയങ്ങളിലും പാഠ്യേതര പരിപാടികളിലും കൃത്യമായി പങ്കെടുക്കുകയും കുട്ടികളുടെ കഴിവ് അതിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന ജില്ലാ കലോത്സവത്തിൽ പീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ വരെ പീസ് പബ്ലിക് സ്കൂളിൻ്റെ പേര് എടുത്തു പറയുകയുണ്ടായി. മറ്റു പല സ്കൂളുകളും അവരുടെ കുട്ടികളെ എക്സ്റ്റേണൽ ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടു കൂടി കൊണ്ടുവരികയും പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ അധ്യാപകരെയും പ്രിൻസിപ്പളിൻ്റെയും, നമുക്കറിയാം പ്രിൻസിപ്പളിനെ കുറിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഒരു മാനേജറും പ്രിൻസിപ്പളും അധ്യാപികയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും പിയോണും എല്ലാം ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഷഹല മിസ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ 14ാമത് വാർഷിക ആഘോഷത്തിന് മലപ്പുറം സെൻട്രൽ സഹോദരിയുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, നമ്മളെ ഈ സ്ഥാപനത്തിൻ്റെ ഔചിത്യം അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ നേട്ടം നമുക്ക് ഇതിനെപ്പറ്റി ഒരറിവില്ലെങ്കിലും പൊതുവേ ഉള്ള ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയൊരു മതിപ്പുള്ള സ്ഥാപനം. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞതുപോലെ ഇത് സാധാരണ നമ്മൾ PV സ്കൂളും അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ സ്കൂളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിന് കോമ്പൗണ്ട് വാൾ കൂടി ഇതിനുണ്ടെങ്കിൽ അതിനേക്കാൾ ഉന്നതമായ ഒരു സ്ഥാപനമായിട്ട് ഇത് മാറാൻ കഴിയും. വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഗുഡ് ഈവനിങ് ടു ഓൾ. പീസ് പബ്ലിക് സ്കൂളിൻ്റെ 14ാം വാർഷിക ആഘോഷ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. നീണ്ട 14 വർഷമായി ഭൗതിക ആത്മീയ വിദ്യാഭ്യാസം നൽകി വരുന്ന പീസ് പബ്ലിക് സ്കൂൾ അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിക്ക് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കൂടുതൽ സംസാരിക്കുമ്പോൾ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യനായ ഈ സ്കൂളിൻ്റെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ
ഈ സ്കൂളിൻ്റെ 14 വർഷത്തെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഈ സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് ഈ സ്കൂളിലെ പരിപാടി പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വൈകിയ വേളയിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. What a wonderful evening we have. Good evening, ladies and gentlemen. We are really happy to stand here because the stage is not simple. The eminent personalities presented here and they delivered excellent speech. And we got the chance to express our gratitude. Well, we are expecting our wonderful program, and let me thank our beloved chief guest of the day, Mr. Arya Shaukat, and who accepted our invitation to join with us. Thank you, sir, for your kind attention, kind presence here. Thank you, sir. Okay, it's the time to thank our managing committee members. And so let me take this chance to express them my gratitude to them. Thank you, sir. It's a great privilege, a special person. It's Anana Mambat. Her voice touched our heart. And thank you. We the Peace family expressing our sincere gratitude to you. Thank you, Hanana. Let me conclude my words here. But a few words of gratitude is essential to congratulate our dear principal ma'am and all the members of family members and my parents and students of Peace Public School and all. And we together express our sincere gratitude to all. Thank you. all. കരയെ കരയാതണയിക്കുന്നൊരാള് കനവിലെ കാടൊന്നിലെ കാരാഗ്രഹ കൂടുന്നിലെ കിനാപ്പനിക്കായി മരുന്നോള് കൊതി കാരമുള്ളായി പിന്നെ കടന്നലായി വിധി വേറെ ഒന്നായി പിന്നെ കടച്ചിലായി പല വേഷം കിഴ
Thank you.